അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട്. നമ്മളെന്നൊരു പുതിയൊരു മാങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ബാരി 11 എന്ന് പറഞ്ഞ മാങ്ങ. അപ്പോൾ ഈ മഴയത്ത് 2-3 വീണ്ടുണ്ട്. ഒന്ന് വിൽക്കാൻ നിൽക്കുന്ന പഴുത്തിട്ടുണ്ട്, ചുവന്ന കളറായിട്ടുണ്ട്. കയ്യിൽ പോകുന്നു. അപ്പോൾ ബാരി 11 എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഞാനിതുവരെ കഴിക്കാത്തൊരു മാങ്ങയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് തൈകളൊന്നുമില്ല, ജസ്റ്റ് സാമ്പിളിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ബാരി 11. ബംഗ്ലാദേശ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരു മാങ്ങയാണിത്. ജസ്റ്റ് ഒരു തൈ കൊടുന്നിട്ട് ഞാൻ ചട്ടിയിൽ സാമ്പിളിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ആദ്യം അതിൻ്റെ പേരൊക്കെ ടാഗൊക്കെ മാറിപ്പോയിരുന്നു. പിന്നെ ഞാൻ മാങ്ങൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് അത് ബാരി 11 ആണെന്ന് അവർ സ്ഥിരീകരിച്ചത്. എന്തായാലും ഞാൻ വേറെ ഏതൊക്കെ മാങ്ങ എന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത് സൈസ് കണ്ടില്ല, നല്ല സൈസിൽ നിൽക്കുന്ന ചട്ടിയിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. നല്ല സൈസിൽ നിൽക്കുന്നൊരു മാങ്ങയാണ്. അപ്പം ബംഗ്ലാദേശിൻ്റെ മാങ്ങ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു എഴുതി തള്ളാനൊന്നും പറ്റില്ല. അതിൻ്റെ രുചി എന്താണെന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം. ഞാൻ മാത്രമല്ല, അത് രുചി ചെയ്യാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും ഇന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യണതിൻ്റെ മുന്നേ അവരാണ് ചെയ്തതെങ്കിൽ കൂടിയിട്ട് ആദ്യം ഞാൻ ചെയ്യണതെന്ന് കാണിച്ചു തരാം. നമ്മളെ ബാരി 11 ഒന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ കളറാണ്, ഒരു രക്ഷയില്ലാത്ത കളറാണ്. സൂപ്പർ കളറാണ് കേട്ടോ, അടിപൊളി കളറാണ്. ഇതിൻ്റെ വലിയൊരു സ്മെല്ലൊന്നുമില്ല. നല്ല ഫൈബറാണ്. ഒരു ചെറിയ പുളിയോട് കൂടിയ മധുരമുണ്ട്. ഓവർ മധുരം എന്ന് പറയാനൊന്നുമില്ല. ഒരു പുളിമധുരം. എന്തായാലും ഇപ്പോൾ ഇത് നമ്മളൊരു ഗസ്റ്റ് ഇവിടെ വന്ന അവരും കൂടെ ഇപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ മാത്രം റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ അവർ ചെയ്തതുണ്ട്. അവരെ വീഡിയോയും കൂടെ ഞാൻ ഇട്ട് തരാം. കാരണം ഇപ്പോൾ ഒരു 15ൻ്റെ ഉള്ളിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു മാങ്ങ. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്നാണെങ്കിൽ ഒരു 15ൻ്റെ ശേഷം ഒരു 20ൻ്റെ ഉള്ളിലൊക്കെ ഉൾപ്പെടുത്താനേ പറ്റുള്ളൂ. കാണാൻ നല്ല കൗതുകമുള്ള മാങ്ങയാണ്. ഭയങ്കര സൈസാണ്. ഇപ്പോൾ ഗാർഡനിൽ വിസിറ്റ് ചെന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ മാങ്ങ. അപ്പോൾ അതിൻ്റെ തൈ തരുമെന്ന് വെച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ആദ്യം അത് എന്താണെന്നൊന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് തൈകൾ കൊണ്ടുവരാമെന്നുള്ളത്. എന്തായാലും ഞാൻ കുറച്ച് തൈകൾ കൊണ്ടുവരാം. പക്ഷെ അത് ഒരു 15-20 മാങ്ങൊക്കെ വെക്കണവർ മാത്രം അത് വെച്ചാൽ മതി. അല്ലാണ്ട് നമുക്കൊരു ഗ്രേഡ് കൊടുത്തിട്ട് വെക്കാൻ പറ്റിയൊരു മാങ്ങൊന്നുമല്ല ബാരി. ഓക്കെ, അപ്പം നമ്മൾ മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റിൻ്റെ റിവ്യൂ കൂടെ കാണാം. ഓക്കെ, പരപ്പനങ്ങാടി എന്നല്ലേ പറഞ്ഞങ്ങളെ? കാണാം. എന്താ മണിച്ചാമ്പ മധുരണ്ട? ഒന്നും കിട്ടിയില്ല അല്ലേ നമ്മളെ? എങ്ങനെയുണ്ട്? ഇത് പുളിയില്ല. നമ്മളെ നാട്ടിലൊരു ഇതേപോലത്തെ ചാമ്പുണ്ട്, അതൊരു പുളി. ഇത് മധുരമാണ്. ഇതൊന്നും കൂടെ കളറാവണം, നല്ല മധുരം. കുട്ടികളുള്ള വീടുകളിലൊക്കെ. പിന്നെ ഇത് ഭംഗിയാണ് കാണാൻ, നിറച്ച കാശ് ഓർണമെന്റലായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ തിരൂരങ്ങാടിക്കാരാണ് നമ്മളെ ബാരി 11 ആദ്യമായിട്ടുള്ള റിവ്യൂ ചെയ്യാൻ പോണത്. അത് ഗുണമായാലും ദോഷമായാലും എന്തായാലും നിങ്ങൾ പറയും. ആ നെറ്റി ഒന്നിങ്ങനെ മുറിച്ചാൽ അടിപൊളി കളറാട്ടോ. നല്ല ഫൈബർ ഉണ്ട്. എന്റെ ഒച്ചയാണ് ഇങ്ങനെ ഇങ്ങനെ നടുവന്ന് ഇങ്ങനെ കയറി. യുവ കർഷകനാണ്. എവിടെയാണ്? തിരൂരങ്ങാടി. എവിടെയാണ്? പരപ്പനങ്ങാടി. എന്താ പേരെന്താ? ജമീൽ. ജമീലാ? ഓക്കെ ഓക്കെ. അപ്പോൾ നല്ല ആളർ തന്നെയാണ് റിവ്യൂ. അതിന്റെ കളറാ വേറെ കളറാട്ടോ. മാഷാ അല്ലാഹ്.
എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, തോലടക്കം തിന്നാ. നല്ല ഫൈബർ ഉണ്ട്. നമ്മൾ ആവറേജ് മാങ്ങാന്ന് ഞാൻ പറയുള്ളൂ. ഒരു 20 മാങ്ങന്റെ പുറത്തേക്ക് വരുള്ളൂ. അല്ല, ആ കറ ഒന്നും കൂടി പഴുക്കാണെങ്കിൽ. പക്ഷെ അടിപൊളി കളറാണ്. ഒരു 20 മാങ്ങന്റെ താഴത്തേക്ക് 20 വെക്കാണെങ്കിൽ ഇത് റെക്കമെൻഡ് ഇല്ല. കുഴപ്പമില്ല, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളെന്താ പറയുന്നത്? തെറ്റില്ല. ഒരു ആവറേജ് വാങ്ങാം. അതാണ് നമ്മളെ ഫൈബറിന്റെ മണത്തരമല്ല, മധുരത്തിന്റെ കാര്യത്തിലും ലേശം ബാക്കിലേക്കാണ് കാണുന്നത്. അപ്പം ഭാരി 11ന്റെ റിവ്യൂ ആണ്. അപ്പൊ ഒന്നിങ്ങനെ പഴുത്തപ്പോ ഇവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ഇപ്പൊ പരാതി തീർന്നില്ല. നമ്മുടെ ഗാർഡന് എവിടുന്നാ പറഞ്ഞ നിങ്ങള്? കന്യാകുമാരി. ഗാർഡൻ കാണാൻ വന്ന ആളുകളാണ് കന്യാകുമാരിന്ന്. പിന്നെ എന്താ പേരെന്താ പറഞ്ഞേ? സുജൻ. മുന്നേ മാർത്താണ്ഡത്ത് നിന്ന് ഒരു ടീം ഇവിടെ വന്നു. പ്രോപ്പർ മാർത്താണ്ഡ. മാർത്താണ്ഡത്ത് നിന്ന് ഒരു ടീം ഞാൻ വീഡിയോ ചെയ്തിരുന്നു മുന്നേ. ഒരുപാട് പ്ലാന്റ് ഒക്കെ കൊണ്ടുപോയി അവർ. ആണ് സീഡ് ലൂബി, NR സീഡ് ലൂബി എന്ന് പറയും, ചെറുത്. മധുരമായിട്ടുണ്ടോ? ബ്ലാക്ക് കളർ വരുന്നു. ബ്ലാക്ക് കളറിലേക്ക് വന്നാല് ജബോട്ടിക്ക് ആയിട്ടില്ല, ഒന്നും കൂടെ ബ്ലാക്ക് ആവണം. നിറയെ ഉണ്ടായിരുന്നു, ഇപ്പൊ കഴിഞ്ഞതാണ്. ആയിട്ടുണ്ടോ? ഇത് പിന്നെ ഇത് അച്ഛൻ വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുത്തോളൂ. ഒന്ന് കഴിച്ചു നോക്കിയാ. അത് ഉറുമ്പേ അവര് കൊണ്ടുവന്ന് വെക്കുന്നതാണ് വിത്ത്. മധുരമായിട്ടുണ്ട്. പറിച്ചോ, കുഴപ്പമില്ല. അതാണ് നമ്മുടെ തായ്ലൻഡ് മൾബറി ഇപ്പൊ പുതിയ വന്നത്. ചെറിയ മൾബറി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കൂടുതൽ പുളിമധുരാണ്. ഒരു പുളിയും ഒരു കച്ചാമിട്ട എന്ന് പറയും നമ്മള്. കട്ടാമിട്ട. അതിന്റെ തൈയാണിത്. ഒരു പുതിയ വെറൈറ്റി ആണ്. ഇത് നല്ല ഭംഗിയാണ് കാഴ്ച വെക്കുന്നത്. പക്ഷെ ഇത് നിറയെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഫ്രൂട്ട് ഒരുക്കൂടി ആവില്ല. അപ്പോഴേക്ക് ആരെങ്കിലും വരുമ്പോ ഇത് ശരിക്കും വിട്ട് വെക്കണോ, ആരെയും തൊടിക്കരുത്. എന്നാലേ നമുക്കിത് ഒരു കണ്ട നിറയെ ഫ്രൂട്ടായിട്ടുണ്ട്. ഇത് നിറയെ ഫ്രൂട്ടാ. പക്ഷെ ഇത് കളറായി പിടിച്ച് വരുമ്പോഴേക്ക് ആരെങ്കിലും വന്ന് സാമ്പിൾ നോക്കും. ഇത് അടിയിൽ ഇവിടെ ഈ സൈഡിലുള്ള ബ്ലാക്ക് കളറായതാ. നിങ്ങൾ എവിടെ നിന്നാണ്? സ്ഥലം എവിടെ പറഞ്ഞ്? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂരിന്ന് കാണാൻ. എന്താ പേരെന്താ? ജാസിം. കൊടുങ്ങല്ലൂർ തന്നെ നിങ്ങളെ പേര്? സിദ്ദീഖ്. മതിലകം. അറിയാം. നമ്മളെ ഗാർഡൻ കാണാൻ ഇവിടെ മേലാറ്റൂരിന്നല്ലോ പറഞ്ഞങ്ങള്? എല്ലാരും മേലാറ്റൂർക്കാർ തന്നെ? ചേളാരി. തിരൂർക്കാടാ? കൊടക്കാട്. ഇതാ ഇവിടെ ഇതാ. എന്തായാലും ഇവര് നിങ്ങളെവിടുന്ന? മേലാറ്റൂർ. അവരെന്താ കഴിക്കണം എന്ന് ആഗ്രഹിച്ചൊക്കെ വന്നാണെന്ന് അറിഞ്ഞു. ഒന്നും കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഒരു പേരക്കമ്മല ഒതുക്കിയിരിക്കും. ഇങ്ങനെ കഴിച്ചു നോക്കിയാ. ഇതാണ് തായ്പിക്ക് എന്ന് പറഞ്ഞ പേരക്ക. ഇപ്പൊ ഒന്നുമില്ല, ചൂടായോണ്ടാണ് ഇപ്പം വലിപ്പം വെക്കാത്തത്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. എങ്ങനെ ടേസ്റ്റ് ഉള്ളത് പറഞ്ഞാ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. അതാ വെയിലത്ത് ചൂടായിട്ടാണ്. അവർക്കും കൊടുക്കും. നമ്മള് മേലാറ്റൂരിൽ നിന്ന് വന്നൊരു ജബോട്ടിക്ക കഴിച്ചിട്ടില്ല. പൊട്ടിച്ചാ? എങ്ങനെ നല്ല സൈസ് ഉണ്ടല്ലോ അല്ലേ? ഒരു മുന്തിരി എന്നാണ് പറയുന്നത്, മരമുന്തിരി. എങ്ങനെയുണ്ട്? എങ്ങനെ മധുരം മാത്രമല്ല, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? നല്ല കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? ഇനി ഇവർക്കൊന്നും കൊടുത്താ? അമ്മ കൊടുത്താ? ചെറുതായിട്ട് കൊടുത്തോക്കെ അവർക്ക്. പഴുത്തിട്ടില്ല എന്നുണ്ട്.
ഞാൻ ഒന്നും കൂടെ പറിച്ചു. നിങ്ങൾ ഒരാൾ 3 നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് മറ്റേ ചക്കപ്പഴത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. സീതാപ്പഴത്തിന് പക്ഷെ അത് ശരിക്കും പഴുത്തിട്ടില്ല. അതാ തൊലി വെച്ചൂടെ? തൊലി പുളി ഉണ്ടാവും. മുന്തിരി തന്നെ, മരമുന്തിരി, മരത്തിമ കായ്ക്കുന്ന മുന്തിരി, അത്രേ ഉള്ളൂ. എത്തില്ലേ? പഴുത്ത് വരണേ ഉള്ളൂ. മധുരണ്ട്. നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നത്. എവിടെ മറ്റാളവിടെ? തൃശ്ശൂർ അവിടെ ഒളരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മളെ ഗാർഡൻ കാണാനും പ്ലാന്റ് എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. ഇതാ മാഡത്തിന്റെ പേരെന്താ? ലൈല. നമുക്ക് റാസ് ഗാർഡൻ കാണാൻ. എവിടുന്നാ നിങ്ങൾ പറഞ്ഞ? കൊച്ചി, ഫോർട്ട് കൊച്ചി നമ്മളെ ഗാർഡൻ കാണാൻ വന്നതാണ്. അപ്പോൾ ഫുള്ളി ഫയർഫോഴ്സിലാണ്. ഫയർ സർവീസിലാണ്. എന്തായാലും നമുക്കിപ്പോൾ ഒന്ന് കൊടുക്കാനൊന്നുമില്ല. ഒരു ഗോലക്ക് മാങ്കോൻ്റെ ലാസ്റ്റ് മാങ്ങയാണ് ഈ സീസണിലെ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ കട്ട് ചെയ്ത്. ഞാൻ ഇക്കടുത്ത് സ്വർഗത്തിൽ വന്നിട്ടൊരു ഗോലക്ക് മാങ്കയാണ് കട്ട് ചെയ്യാൻ. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്. ഇക്കനെ ഒന്ന് കണ്ട് സെൻറ്റർ ഇങ്ങനെ മുറിച്ചാൽ മതി. നല്ല പഴുത്തിട്ടുണ്ട്. നല്ല മണവും ഉണ്ട്. ഒന്ന് എടുത്ത് കഴിച്ച് കഴിഞ്ഞ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം? ഇക്ക കഴിപ്പിച്ച് കൊതിപ്പിക്കാറുള്ളതാണല്ലോ, നമ്മളെല്ലാരും കാണുന്നല്ലോ അല്ലേ? ഞങ്ങളൊന്ന് കഴിച്ചോളൂ. എങ്ങനെയുണ്ട്? സൂപ്പറാ. നമ്മൾ പറഞ്ഞതിൽ വല്ല വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസം നല്ല. അത് കാരണം എപ്പോഴും പറയും റാസ്ബായ് തള്ളാണ്. അല്ലല്ല, നല്ല നല്ല മറ്റേ പൾപ്പ് നമ്മൾ ഇതില്ലേ, അതേ ഇതാ. പഞ്ചസാര ചേർത്തത്. ഞാൻ പറഞ്ഞു മത്ത് പിടിക്കും. ഒരു മാങ്ങ ഒക്കെ കഴിച്ചാല് മത്ത് പിടിക്കും. അത്രയും മധുരമാണ്. അതിന്റെ പ്രത്യേക ഒരു ഫ്ലേവറുമാണ്. ഒരു പഴുത്ത വശം നല്ല കണ്ട, ഈ 2 കളറാ. അടിഭാഗം ഒന്നും കൂടെ പഴുക്കാനുണ്ട്. ഈ പഴുത്ത വശം ഭയങ്കര ടേസ്റ്റ് ആണ്. അടിഭാഗത്തിൽ ചെറിയൊരു ലൈറ്റ് പുളിപ്പുണ്ട്. അത് അടിയിലേക്ക് എത്തുമ്പോ ആ ഒരു പഴുത്തതിന് ഭയങ്കര ടേസ്റ്റാ. ഒരു പ്രത്യേക ഫ്ലേവറാണ് അതിന്റെ. കഴിച്ചു നോക്കിയാ ധൈര്യമായിട്ട് തുടച്ചാ മതി. ഓ ഭയങ്കര സ്ട്രോങ്ങിലാണല്ലോ പൊട്ടിക്കല്. അതിന്റെ ഉള്ളു നോക്കട്ടെ. ഉള്ളു കണ്ടോ? സീഡ്ലെസ് ആണ്. നടുവിൽ 2 സീഡേ ഉണ്ടാവുള്ളൂ. എങ്ങനെയുണ്ട്? ആപ്പിള് കഴിക്കുന്ന പോലെ കഴിക്കാം. പേരക്കാണെന്നുള്ള ഫീൽ ചെയ്യില്ല. ഒന്ന് നടുവിൽ 2 ചെറിയ കുരുക്കളാണ് ഉണ്ടാവുക. അപ്പോൾ ഇവര് നമ്മളെ എറണാകുളം കൊച്ചിന്ന് വന്ന് നമ്മള് ടെറസ് ഗാർഡൻ കാണാൻ വേണ്ടിട്ട് വന്നു. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല. 100% പ്രോമിസ് ചെയ്ത് പറയാം. വീട്ടും ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇവിടുത്തെ കാഴ്ചകൾ പഴുത്ത് വരണേ ഉള്ളൂ. നമ്മള് വീഡിയോ കാണാൻ പോലല്ല, തൊട്ട് പറ്റിയാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അത് നേരിട്ട് തന്നെ കാണണം. ഞാനും വീഡിയോയിൽ കണ്ട ആളാണ്. പക്ഷെ നമുക്കും ഇതേപോലെ ഒരു സ്വർഗ്ഗം അവിടെ പണിയാൻ വേണ്ടിയുള്ള ഇതിൽ തന്നെ ഇവിടെ വന്നത്. കണ്ടോ? ജസ്റ്റ് കണ്ടോ? ഒരു 1/2 മീറ്ററിന്റെ ഗ്യാപ്പ് ഉള്ളൂ. 1/2 മീറ്റർ, അതായത് എന്റെ ഈ കൈപ്പത്തിയുടെ അത്രയും ഡിസ്റ്റൻസിലാണ് പ്ലാന്റുകൾ തമ്മിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ പ്ലാന്റുകളിലെല്ലാത്തിലും തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലോങ്കനാണ്. ഇത് പൂവിട്ട് പായി വരണേ ഉള്ളൂ. ലോങ്കൻ നമ്മുടെ ബ്ലാക്ക് ഞാവലാണ്. സൈസാ. ഇതാണ് തായ്ക്കിങ് എന്ന് പറഞ്ഞ ഞാവല്. അതൊന്ന് കഴിച്ചു നോക്കിയാൽ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? സൂപ്പർ വരും. കഴിച്ചു നോക്കിയാ അടിപൊളി സാധനമാണ്. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തു. ആ ഞാവലിന്റെ ഒരു ടേസ്റ്റ് എങ്ങനെ? നമ്മളെ ഗോലക്ക് മാങ്കോ ആണ്. ഒരു കഷ്ണം അവർക്കും കൊടുക്കേ. മാങ്ങയാണോ അതോ ഷുഗർ കാനാണോ? ഷുഗർ കാനാണ്. അത് ഒന്ന് ക്യാൻഡി. നിങ്ങൾ എവിടുന്ന സ്ഥലം എന്ന് പറഞ്ഞേ? തൃശ്ശൂർ അവിടെ പ്രോപ്പർ. ശരി. നമ്മളെ ഗാർഡൻ കാണാൻ ഇന്ന് വന്ന തൊലി കഴിക്കരുത്. നാംഡോ ഗോലക്ക് മാങ്ക കഴിച്ചതിന്റെ റിവ്യൂ ആണ് ഇത്. ഒരിക്കലും ഇതുപോലത്തെ കഴിച്ചിട്ടില്ല.
ഇത് നമ്മളെ റാസ് ഗാർഡൻ കാണാൻ. എവിടെന്നാ പറഞ്ഞു നിങ്ങൾ സ്ഥലം? അവിടെ അഡാട്ട അങ്ങനെ സ്ഥലം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് ശരി. അപ്പോൾ അവർ നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. തായ്പിങ്ക് കയറാൻ എങ്ങനെ ഉണ്ട് കഴിച്ചിട്ട്? ടേസ്റ്റ് ഒരു ആവറേജ് അല്ലേ? വലിയൊരു ടേസ്റ്റ് എന്ന് പറയാനില്ലല്ലോ. മുഴുവനായിട്ട് പഴുത്തിട്ടില്ല. ഇത് ബാരി 11 എന്ന് പറഞ്ഞ ബംഗ്ലാദേശിൻ്റെ ഒരു മാങ്ങയാണ്. നിങ്ങൾ എവിടുന്നാ വന്നതെന്ന് പറഞ്ഞേ? വേങ്ങര ചെറൂരിന്ന് വന്ന് നമ്മളെ ഗാർഡൻ കാണാൻ വന്നവരാണ്. ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിലുണ്ടാകുന്നത്. ഞാനിതൊരു 20 മാങ്ങ എടുക്കണവരെ എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. നിങ്ങളെ അഭിപ്രായം എന്താ? നല്ല നാരുണ്ട്, മധുരം കുറവാണ്. ലൈറ്റ് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയത്. ഒരു തൃശ്ശൂർക്കാരാണ് ഇവർ, വേങ്ങരക്കാരാണ്. എങ്ങനെയുണ്ട് മാങ്ങ കഴിച്ചിട്ട്? മധുരം കുറവാണ്. ഇത് നമ്മളെ തിരൂരിൽ നിന്ന് നമ്മളെ ഗാർഡൻ കാണാൻ വന്നത്. എന്താ പേരെന്താ പറഞ്ഞേ? അബ്ദുൽ നാസർ. നിങ്ങൾ ബ്രദറാ? നാംഡോക്കിന്റെ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഒരു സോഫ്റ്റ് ആണ്, നാരില്ല. ഒന്നും കൂടെ പഴുക്കാണ്ട് ഒരു 4-5 ദിവസത്തെ മടി. അപ്പൊ നിങ്ങൾക്ക് കിട്ടൂലല്ലോ, അത് വേറെ ആർക്കെങ്കിലും കിട്ടും. വെള്ളരി പൊട്ടിച്ചോ ധൈര്യമായിട്ട് പൊട്ടിച്ചോ. അവിടെ കഴിഞ്ഞ് ഇനി ഒക്കെ വീണെന്ന് കേടന്ന് നോക്കി തുടങ്ങി. മഴയില്ലേ? പഴുത്ത വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ രസമുണ്ട്. അല്ലല്ലോ വെള്ളരി ഇത് അച്ചാർ മാങ്ങയാണ് ശരിക്കും. പച്ചയില് കഴിക്കാനാണ് അതിന്റെ ടേസ്റ്റ്. നമ്മളൊരു ഗ്രേഡിങ് ചെയ്യാണെങ്കിൽ 15ന്റെ ഉള്ളിലൊന്നും എടുക്കൂല. വലിയ മധുരമില്ലെങ്കിലും കൂടെ ടെറസ് കാണാൻ വന്നതാണ്. അത് R2E2. R2E2 ഞാൻ അണ്ണാനെ പേടിച്ചിട്ട് കവർ ഇട്ടച്ചാ. അവസാനത്തെ ചാമ്പയാണത്. അത് നിങ്ങൾ എന്നിട്ട് ഞങ്ങൾ നാളെ അണ്ണാനും കൊണ്ടുപോകും. ഇത് കുളമ്പ്, അത് ബനാന മാങ്ങാണ്. അത് ബനാനയില് വേറെ ഡിഫറെന്റ് ഇല്ല. അത് റെഡ് കളറാവും പഴുത്ത് വരുമ്പോ, അത്രേ ഉള്ളൂ. മഞ്ഞ കളർ. മധുരം ഉണ്ടോ ചാമ്പ? എങ്ങനെയുണ്ട്? ഞാൻ നമ്മളെ ബെൽറൂബി എന്ന് പറഞ്ഞ ചാമ്പ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ലാസ്റ്റ് കഴിഞ്ഞ ഇഷ്ടം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അബ്ദുൾ റസാഖ് തിരൂർ.